നാളിതുവരെയില്ലാത്ത വേലിയേറ്റത്തിൽ മുങ്ങി പുഴയോരം. കനോലി കനാലിന്റെയും കാഞ്ഞിരപ്പുഴയുടെയും തീരപ്രദേശങ്ങളിലാണ് വൃശ്ചികകാലത്തെ വേലിയേറ്റം ദുരിതം സൃഷ്ടിക്കുന്നത്. നാലു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഗോത്തുരുത്ത്, കൊടുങ്ങല്ലൂരിലെ ഉഴുവത്തുകടവ്, കാവിൽക്കടവ്, എൽത്തുരുത്ത്, ആനാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വേലിയേറ്റം ശക്തമായുള്ളത്. കടൽവെള്ളം പുഴയിലേക്ക് അളവിലധികം ഒഴുകിയെത്തുന്നത് മൂലമാണ് നവംബർ-ഡിസംബർ മാസങ്ങളിൽ വേലിയേറ്റം ഉണ്ടാകുന്നത്. വർഷം തോറും ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും ഇക്കുറി വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. ഇവിടെ ഈ വേലിയേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം തുലാവെള്ളം തുടങ്ങി വൃശ്ചിക മാസം വരെ ഏകദേശം ഒരു 2-3 മാസത്തോളം ഈ ദുരിതം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കെട്ടി തന്നെ കിടക്കണ ഈ റൂട്ടിൽ. സ്കൂളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കടത്തേണ്ട അവസ്ഥയൊക്കെയാണ്. ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് നാളുകളായി പറയുന്നത്. സാധാരണ വെച്ചാൽ കഴിഞ്ഞ വർഷത്തിൽ ഇത്ര അധികം സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ ഏറ്റവും കൂടുതലായത് ഇതിനുള്ളൊക്കെ ഒരു 3/4 അടിയൊക്കെ വെള്ളം വരും. ആ വെള്ളം ഇന്ന് ഈ സമയത്ത് ഇപ്പോൾ കുറവാണ്. ഇന്നത്തെ സംബന്ധിച്ച് ഇന്ന് കുറവാണ്. കുറച്ച് കഴിഞ്ഞത് വീടിനുള്ളിലേക്കാവും, കംപ്ലീറ്റ് ആവും. ചിലയിടങ്ങളിൽ വെള്ളം വീടിനകത്തു വരെ എത്തുന്നുണ്ട്. പുഴയോരത്തെ പച്ചക്കറി കൃഷി ഉപ്പുവെള്ളം കയറി നശിക്കുകയാണ്. ഗോത്തുരുത്തിൽ വേലിയേറ്റത്തെ തുടർന്നുള്ള വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സോലെ ന്യൂസ് ബാങ്ക്, കൊടുങ്ങല്ലൂർ.